കഴിഞ്ഞ ദിവസം സിജോയുടെ ആ ഒരു ഫംഗ്ഷനിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനെ പറ്റി നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞതാണ്. അപ്പോൾ ജാസ്മിനെ ഹിപ്നോട്ടൈസ് ചെയ്ത കാര്യത്തെ പറ്റിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതുമാണ്. അങ്ങനെ ജാസ്മിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നില്ല. ജാസ്മിൻ അതിൽ സിമ്പിളായിട്ട് ബോധം കെടാൻ പറഞ്ഞ അല്ലെങ്കിൽ ബോധം ഉറങ്ങിപ്പോയി ജാസ്മിൻ എന്ന് പറഞ്ഞ് ഇനി എണീക്കാൻ പറ്റില്ല ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞിട്ടും ജാസ്മിൻ സിമ്പിളായിട്ട് എണീറ്റിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ട ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെന്റലിസ്റ്റ് ആയിട്ടുള്ള ആ ചേട്ടൻ ചമ്മിപ്പോയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ജാസ്മിൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശരിക്ക് ഏറ്റില്ല, ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ തരണം ചെയ്തിരിക്കുന്ന സമയത്താണ് നമുക്ക് ജാസ്മിൻ എന്തുകൊണ്ടാണ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ തയ്യാറായത്, ജാസ്മിൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയത്. ജാസ്മിൻ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ധ്രുവ് വിക്രമിനെ നേരിട്ട് കാണണം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ മനസ്സിനുള്ളിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ധ്രുവ് വിക്രമിൻ്റെ ഒരു ഫാനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ നേരിൽ കാണുന്ന ഒരു സംഭവം ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ജാസ്മിൻ അത് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാണ്. പക്ഷേ സംഭവം പൊട്ടി പാളിസായി പോയി തന്നെയാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിച്ചത്.